Hey all my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. നിങ്ങളുടെ വരുന്ന 3 മാസം എങ്ങനെയായിരിക്കും? എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്? എന്തൊക്കെ മേജർ ഇവന്റ്സ് ആണ്? എങ്ങനെയാണ് നിങ്ങളത് പ്രിപ്പയർ ചെയ്യേണ്ടത്? എന്തൊക്കെ സ്പെഷ്യൽ മെസ്സേജ് ആണ് നിങ്ങൾക്കുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. സോ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് 3 ഗ്രൂപ്പ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഗ്രൂപ്പ്, സ്റ്റോൺ ഓർ പിക്ചർ സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ് your 3 months from now. So select your group, then we can start. Alright, let's start with group number 1. Hey, group number 1. വരുന്ന 3 മാസം നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം മേജർ ഇവന്റ്സ് ആണ് സംഭവിക്കുന്നത്, മേജർ ബ്ലെസ്സിങ്സ് ആണ് സംഭവിക്കുന്നത് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 1. സോ നിങ്ങളുടെ റീഡിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു സൂപ്പർ ഗേൾ ആണ്. ഓൾറൈറ്റ്, കാരണം വരുന്ന 3 മാസം നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫയർ അണയ്ക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എവിടേക്ക് നിങ്ങളുടെ വെളിച്ചം കൊടുത്തിട്ടുണ്ടോ, അതായത് നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ ടൈം, എഫേർട്സ്, എനർജി എവിടെയൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ആ ഒരു പ്ലേസ് നിന്ന് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്ത് എവിടേക്ക് നിങ്ങൾ കൊടുക്കാൻ പാടില്ല, എവിടെ നിന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ എനർജി നിങ്ങളിലേക്ക് തന്നെ കണക്ട് ചെയ്യണം, എവിടേക്ക് നിങ്ങൾ വെളിച്ചം കൊടുക്കാൻ പാടില്ല. സോ അവിടെ നിന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്ലെയിം കുറയ്ക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരു സെൽഫ് ഹീലിംഗ് പോലെ അല്ലെങ്കിൽ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. കാരണം ചില കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾ എത്ര വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. സോ നിങ്ങളെ പറ്റിയിട്ടുള്ള കൂടുതൽ തിരിച്ചറിവായിരിക്കാം. ചില പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ റൂഡ് ആയിട്ടുള്ള ഒരു വേർഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു സ്റ്റബേൺ ആയിട്ടുള്ള ചില വേർഷൻ നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് എസ്പെഷ്യലി നിങ്ങൾക്ക് ഇത്ര കാലമായിട്ട് തോന്നാത്ത ചില ആളുകളുടെ അടുത്തോ സിറ്റുവേഷനിലോ ആയിരിക്കാം നിങ്ങൾ ആ ഒരു സ്റ്റബേൺ ആയിട്ടുള്ള ഒരു നേച്ചർ കാണിക്കുന്നുണ്ടായിരിക്കാം. ചില ആളുകൾ നിങ്ങളടുത്ത് തന്നെ ആയിരിക്കാം കാണിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഇത്ര കാലം നിങ്ങളുടെ ഒരു ഫ്ലെയിം, നിങ്ങളുടെ ഒരു വെളിച്ചം പുറമേലേക്കായിരിക്കാം കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യാനോ കണക്ട് ചെയ്യാനോ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങൾ ആക്ച്വലി ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു ഫ്ലെയിം നിങ്ങളുടെ ഉള്ളിലേക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, ആ ഒരു വെളിച്ചം നിങ്ങളുടെ ഉള്ളിലേക്കാണ് കൊടുക്കുന്നത്. സോ അത് നിങ്ങളുടെ അറിവിലൂടെ ആയിരിക്കാം, നിങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ ആയിരിക്കാം. സോ പല കാര്യങ്ങളും നിങ്ങൾ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു വെളിച്ചം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വെളിച്ചം നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ അത് കംപ്ലീറ്റ്ലി അണച്ചു കളയുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ചില ആളുകൾക്ക് നിങ്ങൾ ഇനി ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ അത് നാച്ചുറലി നിങ്ങൾക്ക് ചില പ്ലേസിൽ നിന്നൊക്കെ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് സംഭവിക്കുന്നതായിരിക്കാം. ഓർ നിങ്ങളുടെ ലൈഫിൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നുന്ന ചില മാറ്റങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ പ്രോബബ്ലി ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ചില കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ അതുവരെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ആളുകൾക്കോ സിറ്റുവേഷനോടോ നിങ്ങൾ അത്ര ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ അത്ര ഒരു പ്രയോറിറ്റി കൊടുക്കാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കുറവായിരിക്കും. ഓൾറൈറ്റ്, കാരണം നിങ്ങളുടെ എനർജി കംപ്ലീറ്റ്ലി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫ്ലെയിം നിങ്ങൾ കംപ്ലീറ്റ്ലി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു വാശി പോലെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഡിറ്റർമൈൻഡ് ആണ് ആ ഒരു കാര്യത്തിൽ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഓർമ്മയില്ലാത്തത് പോലെയാണ്. സോ ചില ആളുകൾ വിചാരിക്കും നിങ്ങൾക്ക് എന്ത് മാറ്റാണ് സംഭവിച്ചത്, കാരണം നിങ്ങൾ അത്ര കാലമായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പോലും ഓർമ്മയില്ലാത്തൊരു രീതിയിലായിരിക്കും നിങ്ങളുടെ ഒരു ബിഹേവിയർ വരുന്നുണ്ടായിരിക്കും. ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു പുതിയൊരു ബർത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നത് പോലെ. സോ അത് ഒരു രീതിയിൽ നിങ്ങളെ എഫക്ട് ചെയ്യാത്തൊരു പോലെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാറ്റമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അത് ചില ആളുകൾ നിങ്ങളുടെ ഫാമിലിയുടെ അടുത്ത് കാണിക്കുന്നതായിരിക്കാം. കാരണം നിങ്ങളുടെ ലൈഫിന്റെ ഒരു നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരേണ്ട ഒരു ടൈം ആയിരിക്കാം, ട്രാൻസ്ഫോർമേഷനിലൂടെ പോകേണ്ട ഒരു ടൈം ആയിരിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി വിട്ട് നിൽക്കുക, അത്ര കാലം നിങ്ങൾ എവിടെയായിരുന്നോ അവിടുന്ന് നിങ്ങൾ മാറി നിൽക്കുക, ആ ഒരു അറ്റാച്ച്മെന്റ് കുറയുക. എസ്പെഷ്യലി നിങ്ങളുടെ പാരന്റ്സിന്റെ ഒക്കെ കൂടെ നിന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പാരന്റ്സിന്
സിറ്റുവേഷനൊക്കെ വിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, സോ അതുപോലത്തെ ചില അറ്റാച്ച്മെന്റ്, എനിക്ക് ഇവരായിട്ട് മാറി നിൽക്കാൻ സാധിക്കില്ല, ഈ വ്യക്തിയായിട്ട് മാറി നിൽക്കാൻ സാധിക്കില്ല, എന്റെ പേരൻസ് ആയിട്ട് മാറി നിൽക്കാൻ സാധിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ആളുകളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്കൊരു മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് പല കാര്യങ്ങളും നിങ്ങൾ വളരെ പ്രാക്ടിക്കലി ആണ് കണക്ട് ചെയ്യുന്നത്. സോ ഇമോഷണലി നിങ്ങളെ കണക്ട് ചെയ്യുക, ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്കും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, സോ അതുപോലെ നിങ്ങളൊരു സെൽഫ് ഫോക്കസ്ഡ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് അട്രാക്ഷൻ ഈ ഒരു സമയത്ത്, ഈ ഒരു 3 months ടൈമിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ ഫിസിക്കലി ഉണ്ടാവുന്ന മാറ്റങ്ങൾ. ഓക്കെ, സോ നാച്ചുറലി ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ഒരു വെളിച്ചം കണക്ട് ചെയ്യുന്ന സമയത്ത്, ആ ഒരു എനർജി നിങ്ങളിലേക്ക് തന്നെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ എനർജറ്റിക്കലി എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഓൾ ഓഫ് സഡൻ ഫിസിക്കൽ ചേഞ്ചസ് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ സ്കിൻ ഒരുപാട് ഗ്ലോ ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾ ഒരുപാട് യങ് ആയിട്ട് തോന്നുന്നതായിരിക്കാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ യങ് ആയിട്ടും എനർജറ്റിക് ആയിട്ടും കാണാൻ പോകുന്ന ഒരു മാസം കൂടിയാണ് വരുന്നൊരു 3 months ടൈം എന്ന് പറയുന്നത്. ചില ആളുകൾ നിങ്ങൾ പാരന്റ്സ് ആയിരിക്കാം. സോ എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ ഒരു വളരെ സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി, ഓൾറൈറ്റ്, സോ ഓർ നിങ്ങളായിരിക്കാം അത്. ഓക്കെ, സോ നിങ്ങൾ അതുപോലെ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കാം, ഓർ നിങ്ങളെ അതുപോലെ കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ കാണേണ്ട ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. സോ നിങ്ങളൊരു സ്ത്രീയാണോ അല്ലെങ്കിൽ നിങ്ങളൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ചെറിയ കുട്ടിയായിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതും, അല്ലെങ്കിൽ അതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നതും, അതുപോലെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ആളുകളും, ഓക്കെ, ഓർ നിങ്ങൾ അങ്ങനത്തെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ പാരന്റ്സ് ആയിരിക്കാം, വളരെ ക്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദർ ഇസ് സംതിങ് നിങ്ങൾക്ക് ആ ഒരു കുട്ടിയായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങളുടെ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഏതൊക്കെയോ രീതിയിൽ ഒരു വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുത്തുന്ന ഒരു കാര്യമായിരിക്കാം. എസ്പെഷ്യലി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ന്യൂ ബോൺ ബേബി നിങ്ങളുടെ ലൈഫിൽ പെൺകുട്ടിയായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടി എനർജി ആയിരിക്കാം. ഓക്കെ, ഒരു പെൺകുട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി ആയിരിക്കാം, വളരെ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ റോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് മനസ്സിലാക്കുക, അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ഓക്കെ, സോ എന്തിനാണ് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ വെളിച്ചം കൊടുക്കുന്നത്, നിങ്ങൾ ചില കാര്യത്തിലേക്ക് സെൽഫ് ഫോക്കസ്ഡ് ആവുന്നത്, മേ ബി ലൈക്ക് നിങ്ങളുടെ പാസ്റ്റ് സിറ്റുവേഷനിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം, എന്തോ ഒരു കാര്യം നിങ്ങൾ റിപ്പയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിലേക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കുന്നത്. എവിടെയാണ് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് സംഭവിക്കാത്തത്, ഓർ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചേഞ്ച് ആക്കണം എന്നുള്ള, അത് മേ ബി ലൈക്ക് നിങ്ങൾ ചില അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, കൗൺസിലിംഗ് ഓർ ഹീലിംഗ് പോലത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വെളിച്ചം, നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു വജ്രമൊക്കെ ഒരു പ്ലേസിൽ വെക്കുന്ന സമയത്ത് അതിന്റെ വെളിച്ചത്തിൽ അത് എന്താണോ കവർ ചെയ്യുന്നത് ആ ഒരു കാര്യം, അതിന്റെ ചുറ്റും ആ ഒരു വെളിച്ചം ഉണ്ടാവും, അല്ലെ, ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെയാ. ജസ്റ്റ് ഇമാജിൻ നിങ്ങളുടെ ഉള്ളിൽ അതുപോലത്തെ ഒരു വജ്രം നിങ്ങളുടെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ അത്ര സ്പാർക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ അത്ര ഒരു വെളിച്ചം കൊടുക്കുന്ന ഒരു സ്റ്റോൺ നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ എൻറ്റയർ ബോഡിയിൽ അങ്ങനത്തെ ഒരു ഓറ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വെളിച്ചം, അങ്ങനത്തെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ചില മാറ്റങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ എനർജറ്റിക്കലി നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ പ്രഗ്നന്റ് ആയിരിക്കാം. സോ ആ ഒരു ടൈമിൽ നിങ്ങളുടെ ഇറ്റ്സ് ലൈക്ക് അഗൈൻ നമ്മൾ പ്രഗ്നൻസി, ചെറിയ കുട്ടി, ന്യൂ ബോൺ ബേബി, അതൊക്കെ പറയുന്നത് നമ്മുടെ വലിയൊരു പ്രഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ. നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ഇറ്റ്സ് ലൈക്ക് ഡയമണ്ട് പോലെ ആ ഒരു കുട്ടി ജന്മം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന ചില മാറ്റങ്ങളുണ്ട്. ഓക്കെ, സോ ട്രസ്റ്റ് മീ, നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങളുടെ അതുപോലെ പ്രഗ്നൻസി, നിങ്ങൾ അച്ഛനായിരിക്കാം അല്ലെങ്കിൽ അമ്മയായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു
ബർത്ത്, ആ ഒരു കുട്ടി കൊണ്ടുതരുന്ന ഒരു ബ്ലെസ്സിങ് ഉണ്ട്. ഓക്കെ, സോ അത് ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളായിരിക്കാം. ഒന്നുകിൽ ആ കുട്ടിയാൽ നിങ്ങൾ ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുത്തുന്നതായിരിക്കാം. ഓർ ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾക്ക് വളരെ ഇൻസ്പയറിംഗ്, ഒരുപാട് ഭാഗ്യം കൊണ്ടുതരുന്ന, ഒരുപാട് പ്രോസ്പെരിറ്റി കൊണ്ടുതരുന്ന, ഒരുപാട് സെൽഫ് ഗ്രോത്ത് കൊണ്ടുതരുന്ന അതുപോലത്തെ ഒരു ബർത്തിൽ നിങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു 3 months ടൈം നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ അങ്ങനത്തെ ഒരു കാര്യം അങ്ങനത്തെ ഒരു പ്രഷ്യസ് സ്റ്റോൺ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ക്യാരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഗ്രൂപ്പ് നമ്പർ 1, സോ നിങ്ങൾ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങളെ തന്നെ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട്, നിങ്ങളുടെ ലൈഫ് തന്നെ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. Okay, so let's see 3 months from now. Group number 1. So, പല പ്ലേസിൽ നിങ്ങൾ ഡിസപ്പിയർ ആവുന്നുണ്ട്. Alright, so ഈ ഒരു വരുന്നൊരു 3 months ടൈം പ്രോബബ്ലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില ഇവന്റ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കാണാൻ കിട്ടുന്നത് കുറച്ച് കുറവായിരിക്കാം. ഓക്കെ, സോ മറ്റുള്ള ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു കംപ്ലൈന്റും അതായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിഷമവും അതായിരിക്കാം നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ മനഃപൂർവ്വം മാറി നിൽക്കുക എന്നുള്ളതല്ല. ഓക്കെ, നിങ്ങൾ അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട്, അത്രയും സന്തോഷമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ചില കാര്യത്തിലേക്ക് വരുന്ന സമയത്താണ് നിങ്ങൾക്ക് ചില കാര്യത്തിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കാത്ത. ഒരു കാര്യം സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലൈഫിൽ 1 by 1 നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ യാത്ര റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിലേ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചേഞ്ച് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ കുറെ കാലത്തിന് ശേഷം ഒന്നും ചെയ്തിട്ടില്ല, എന്തൊക്കെയോ ഒരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഓർ ചില ലൈഫ് സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് വരാൻ സാധിച്ചില്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ എക്സ്റ്റേണലി അല്ല നിങ്ങളുടെ ഒരു ആക്റ്റീവ്നെസ് നിങ്ങൾ കാണിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വളരെ ആക്റ്റീവായിട്ട് പെരുമാറുന്നുണ്ട്. അത് ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും, മെന്റലി ആണെന്നുണ്ടെങ്കിലും, ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ വളരെ വ്യക്തതയോട് കൂടിയിട്ട് തീരുമാനം എടുക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്, ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എൻകറേജ് ചെയ്യുന്നുണ്ട് ഈ ഒരു 3 months ടൈം. ഓൾറൈറ്റ്, സോ അതുപോലത്തെ ഒരു സെൽഫ് ഗ്രോത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചേഞ്ച് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഫയർ ആണ്. ഓക്കെ, സോ ലൈക്ക് നിങ്ങളിങ്ങനെ നിന്ന് കത്തുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ നിങ്ങളിങ്ങനെ ചൂടാക്കുന്ന ഒരു ടൈമാണ് ഈ വരുന്നൊരു 3 months ടൈം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ തോന്നില്ല, നിങ്ങൾക്ക് അങ്ങനെ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടാവും, സന്തോഷമായിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാവും. ഈ ഒരു മാസം നിങ്ങൾ ഈ ഒരു വരുന്നൊരു 3 months ടൈം നിങ്ങൾ ഒരുപാട് സന്തോഷമായിട്ടുള്ള മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നൊരു മാസം കൂടിയാണ്. അത് നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നത് കൊണ്ട് എന്നുള്ളതല്ല, എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ബ്ലെസ്ഡ് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇവന്റ്സ്, നൈറ്റ് ഇവന്റ്സിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഭാഗമാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പാർട്ടി ഉണ്ടാവുന്നുണ്ടായിരിക്കണം നിങ്ങൾക്ക് വേണ്ടി, ഓർ ചില ഇവന്റ്സിൽ നിങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പെർഫോം ചെയ്യേണ്ട എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. അത് ശരിക്കും നിങ്ങളെ ഒരു യുണീക് പേഴ്സണാലിറ്റി ആക്കുന്ന, അല്ലെങ്കിൽ ഒരു മറ്റുള്ള ആളുകള് നിങ്ങൾ വളരെ ബ്ലെസ്ഡ് ആണെന്ന് തോന്നിക്കുന്ന ചില ഇതുപോലത്തെ മാറ്റങ്ങള്, ഇതുപോലത്തെ ആക്ഷൻ, ഇതുപോലത്തെ ചില ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്. സോ മേ ബി ഒരുപാട് ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഈ വരുന്ന 3 months ടൈം നിങ്ങൾ വളരെ എഫേർട്ട്ലെസ്ലി നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു വളരെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന പുഞ്ചിരി, ഓക്കെ, ചിരി, സ്മൈൽ, അത് വളരെ സ്പെഷ്യൽ ആയിട്ട് ആളുകളെ നോട്ടീസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ചിരി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മനസ്സ് തുറന്ന് ചിരിക്കാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഫേസിൽ അതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ചിരി തന്നെ ഒരുപാട് എൻജോയ് ചെയ്യാനും, മേ ബി ലൈക്ക് കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ മറന്നു പോയിട്ടുള്ളതും ആ ഒരു കാര്യമായിരിക്കാം. നിങ്ങൾ മറന്നു ചിരിക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് ആരുടെയും കൂടെ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, കാരണം ഈ ഒരു വരുന്ന 3 months ടൈം നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻഗേജ്ഡ് ആവുന്നത് നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കാം. നിങ്ങളുടെ ആക്ടിവിറ്റീസ്, നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന മേജർ ഇവന്റ്, അതിൽ ബിസി ആയിട്ടായിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. അത് ചില ആളുകൾക്ക് യാത്രയായിരിക്കാം, മാരേജ് ആയിരിക്കാം, റിലേഷൻഷിപ്പിൽ നിങ്ങൾ പോകുന്ന സിറ്റുവേഷൻ ആയിരിക്കാം, പ്രഗ്നൻസി ആയിരിക്കാം, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ് പ്ലാൻ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ചില ആളുകൾ നിങ്ങളുടെ കരിയർ സ്വിച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കരിയർ ഫൈനാൻഷ്യലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ സ്വിച്ച് ചെയ്യുന്നുണ്ട്. സോ കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോബ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേസ് ചൂസ് ചെയ്യുക, കമ്പനി ചൂസ് ചെയ്യുക, ഇതൊക്കെ നിങ്ങൾ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ള ഒരു മാസം കൂടിയാണ് വരുന്ന 3 months ടൈം എന്ന് പറയുന്നത്.
ഓക്കെ, സോ അത് നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടും വർക്ക് ആവാൻ പോകുന്ന നിങ്ങളുടെ ആക്ഷൻ അത്ര എഫേർട്ട്ലെസ്ലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രോത്ത് കൊണ്ടുവരാനും സഹായിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കും നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നിങ്ങളുടെ ഒരുപാട് കാലത്ത് ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഒരുപാട് കാലത്ത് ചില പ്ലാനിങ്സിലേക്കൊക്കെ നിങ്ങൾ വരുന്നത് ഈ വരുന്നൊരു 3 months ടൈമിലായിരിക്കും. അത് ചില ആളുകൾക്ക് നിങ്ങൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് വരുന്നു, ചില ആളുകൾക്ക് അത് നിങ്ങൾ പ്രഗ്നൻസി സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, pets, all right, or pregnant ആയിട്ടുള്ള pets. Okay, pregnant ആയിട്ടുള്ള cat, especially pregnant ആയിട്ടുള്ള cat, or ഈ ഒരു 3 months time നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് ഈവൻ നിങ്ങൾ ഒരു മദർ അല്ല, ഒരു ഫാദർ അല്ല എന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾ ഒരു ബർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ്, ഈവൻ നിങ്ങൾ എത്ര ചെറിയ ആളുകളാണെന്നുണ്ടെങ്കിൽ, ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ പോലും ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മദർലി എനർജി അല്ലെങ്കിൽ ഒരു ഫാദർലി എനർജി നിങ്ങൾക്ക് ആനിമൽസിന്റെ അടുത്തോ പെറ്റ്സിന്റെ അടുത്തോ ഓർ മേ ബി നിങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ ആർക്കെങ്കിലും ബർത്ത് കൊടുക്കുന്നതായിരിക്കാം. പക്ഷെ നിങ്ങൾക്കായിരിക്കാം ആ ഒരു റെസ്പോൺസിബിലിറ്റി, നിങ്ങൾക്കായിരിക്കാം അങ്ങനത്തെ ഒരു ഫീലിങ്സ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അതായത് നിങ്ങൾ എന്തോ ഒരു ചെയ്യുന്ന ഒരു കാര്യം അവിടെ നിങ്ങൾ മതിമറന്ന് എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ചില കാര്യത്തിലേക്ക് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണാണ് അതൊന്ന് കിട്ടുക എന്നുള്ളത് മേ ബി ലൈക്ക് ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നമ്മൾ വേറൊരാളെ നോക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പെറ്റ്സിന് നോക്കുന്നത് കൊണ്ടോ അങ്ങനെയല്ല. ചില കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി അവേക്കൻ ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ലൈറ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ എക്സാക്ട്ലി നിങ്ങളുടെ ഉള്ളിൽ അത്ര ഡീപ്പ് ആയിട്ടുള്ള അത്ര ഇന്റൻസ് ആയിട്ടുള്ള ഒരു എനർജി കൂടെ അവേക്കൻ ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഈ വരുന്നൊരു 3 months ടൈം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കംപ്ലീറ്റഡ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ചില മിസ്സിംഗ് ആയിട്ടുള്ള ചില കാര്യത്തിന്റെ ഒരു കംപ്ലീറ്റ് ഫോമിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്യാൻ സാധിക്കും. ഈവൻ ജോബിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം എക്സാംസ് റിലേറ്റഡ് ആയിട്ടോ പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഒരു സൈക്കിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാലാവധി കഴിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ഒരു 3 months ടൈമിൽ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വളരെ എഫേർട്ട്ലെസ്ലി നിങ്ങൾ അത് ഫിനിഷ് ചെയ്യുന്നുണ്ട്. സോ കരിയറിലൊക്കെ വരുന്ന സമയത്ത് വളരെ കണക്റ്റഡ് ആയിട്ടുള്ളതും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അഗൈൻ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ വളരെ എൻഗേജ്ഡ് ആവുന്ന ഒരു ടൈം കൂടിയാണ് ഗ്രൂപ്പ് നമ്പർ 1. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് വിഷ് ഫുൾഫിൽമെന്റ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹിച്ച പോലെ ചില കാര്യങ്ങള് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചില ആളുകൾ നിങ്ങളത് റൈറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, ചില ആളുകൾ ഒന്നും കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്ലെയിം നിങ്ങൾ വേറൊരാൾക്കും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു പ്ലേസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലൊരു എപ്പോഴും കെടാതിരിക്കുന്ന ഒരു ഫയർ ഉണ്ട്. മേ ബി നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫയർ സൈൻ ആയിരിക്കാം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫയർ എലമെന്റ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഡൗൺ ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു കാൻഡില, ഒരു നിലവിളക്ക് കത്തിച്ച് വെക്കുക. ആ ഒരു ഫയറിൽ നിങ്ങൾ നോക്കി നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് ഹൈ എനർജി എക്സ്ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, വളരെ പവർഫുൾ ആയിട്ടുള്ള എനർജി. അല്ലെങ്കിൽ നിങ്ങൾ സൺലൈറ്റ് കൊള്ളുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ഓക്കെ, എസ്പെഷ്യലി ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, ഓക്കെ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, എസ്പെഷ്യലി സൺലൈറ്റ് ഒക്കെ കുറവായതുകൊണ്ടോ ലൈറ്റ് കുറവായതുകൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ശരീരത്തിൽ ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കും. അത് വളരെ ഇംപ്രൂവ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ വളരെ വീക്കായി ടയേർഡ് ഒക്കെ ആയിട്ട് തോന്നിയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലിറ്ററലി നിങ്ങളുടെ ലൈഫിൽ അത് ആ ഒരു മാറ്റം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ആൻഡ് അഗെയിൻ ലൈക്ക് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രഗ്നന്റ് ആയിട്ടുള്ള ആനിമൽ ആണ്. ഓക്കെ, സോ അത് മേ ബി ലൈക്ക് ചില ആളുകൾ നിങ്ങൾ ആനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള ചില ഫീൽഡിലേക്ക് വരുന്നതായിരിക്കാം. മേ ബി നിങ്ങൾ വെറ്റിനറി ഡോക്ടേഴ്സ് ആയിരിക്കാം, ഓർ എന്തെങ്കിലുമൊക്കെ സർവീസ് ആനിമൽ റിലേറ്റഡ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കണം, ഓർ ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾക്കൊരു ഇൻസൈറ്റ് ആ ഒരു കാര്യം തരുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ റിയലൈസ് ചെയ്യും, ഓക്കെ, ഇതാണ് ഞാൻ ചൂസ് ചെയ്യേണ്ട പ്രൊഫഷൻ, ഇതാണ് എന്റെ ഒരു പാഷൻ. അങ്ങനത്തെ ഒരു ക്ലാരിറ്റി കിട്ടാൻ പോകുന്ന
ടൈമിലേക്കും കൂടിയാണ് നിങ്ങൾ വരുന്നത്. ഈ ഒരു 3 months ടൈമിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മിസ്സിംഗ് പീസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ചില കാര്യങ്ങള് നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനത്തെ ഒരു കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പോലും അത് സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഫയർ, ഒരു ഫ്ലെയിം നിങ്ങളുടെ ഉള്ളിൽ, ഒരു ഐഡിയ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യണം, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, സോ അത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില ആളുകൾ നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, അതിനു വേണ്ടി പഠിക്കുന്നുണ്ടായിരിക്കണം, നിങ്ങൾ ഓൾറെഡി അതായിരിക്കാം. അങ്ങനത്തെയൊക്കെ പ്രൊഫഷൻ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെയോ രീതിയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തരുന്നതും വളരെ 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 നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മേലെ അഭിമാനം തോന്നുന്ന ചില ആക്ഷനിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ കരിയറിലും ഒരുപോലെ നിങ്ങൾക്ക് ഒരേ രീതിയിൽ നിങ്ങളുടെ ചിറകുകൾ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്ന ഒരു ടൈം കൂടിയാണ്. ഓക്കെ, സോ അത് രണ്ടും ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പറക്കാൻ സാധിക്കുന്നുണ്ട്, ലൈക്ക് എ ബട്ടർഫ്ലൈ. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തത് ഒരു കാര്യം വർക്ക് ആവുന്ന സമയത്ത് ഒരു കാര്യം വർക്ക് ആവാത്ത പോലെ ആയിരിക്കാം. പക്ഷേ ഈ ഒരു വരുന്ന 3 months ടൈം നിങ്ങൾ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കരിയർ, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങളുടെ ജോബ്, നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻ, നിങ്ങളുടെ പ്രവൃത്തി വളരെ വളരെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1, 3 months from now, what major blessings are coming for you? All right, ട്രസ്റ്റ് ദ പ്രോസസ്. ഓക്കെ, സോ അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഈ ഒരു സമയത്ത് മേ ബി നിങ്ങൾക്കൊരു സ്ട്രഗിൾ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾ എപ്പോഴും ഈവൻ എന്തൊക്കെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യേണ്ടതും നിങ്ങളുടെ ഒരു നിങ്ങൾക്കൊരു സ്ട്രെങ്ത് തരുന്ന ഒരു പവറിലാണ്. ഓക്കെ, സോ അത് മേ ബി ലൈക്ക് നിങ്ങൾ റിലീജിയസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് ഇൻവോൾവ് ആവുന്നതായിരിക്കാം. പ്രാർത്ഥിക്കുക, ഏത് മതത്തിൽ നിന്നാണോ നിങ്ങൾ വരുന്നത് ആ മതം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ വായിക്കുക. ഓക്കെ, അതെന്തെങ്കിലുമൊക്കെ നാമങ്ങളായിരിക്കാം, സ്തോത്രങ്ങളായിരിക്കാം, ഓർ ബുക്സ് ആയിരിക്കാം, ലൈക്ക് ഭഗവത്ഗീത, രാമായണം, ഓർ ഖുറാൻ, ഓർ ബൈബിൾ പോലത്തെ കാര്യങ്ങൾ, അതുപോലത്തെ ഗ്രന്ഥങ്ങളോ അതുപോലത്തെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ് തരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഈ ഒരു ജേർണിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കൂടെ കൂട്ടേണ്ട ഒരു കാര്യം അതാണ്. ഓർ ഈവൻ നിങ്ങൾ അതിലേക്കൊക്കെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ ഇപ്പൊ ചില ബുക്സ് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാണ് അത് വായിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പെർമിഷൻസ് ഒക്കെ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഒരുപാട് ചില കാര്യങ്ങൾ ആഗ്രഹിച്ച് വായിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ചിലത് നമ്മൾ ആഗ്രഹിച്ച് നമ്മുടെ ലൈഫിൽ വരും. എന്തുകൊണ്ടാണ് അത്? മേ ബി ലൈക്ക് നമ്മൾ ആ ഒരു സമയത്ത് ആ ഒരു കാര്യത്തിലേക്ക് കണക്ട് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമ്മൾ പ്രിപ്പയർഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ വായിക്കുന്ന സമയത്തും നമുക്ക് നമ്മുടെ തലയിൽ കയറിക്കൊള്ളണമെന്നില്ല, നമുക്കത് കണക്ട് ചെയ്യാൻ സാധിക്കില്ല, അല്ലെ? സോ ഒരു ബുക്ക് ഒരാൾക്ക് കൊടുത്താൽ മേ ബി ചില ആളുകൾ അത് റൈറ്റ് ആയിട്ട് അതിന്റെ ഒരു ഇന്റൻസിൽ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, അവരുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. പക്ഷെ ചില ആളുകൾക്ക് അത് എന്താന്ന് പോലും അറിയുന്നുണ്ടാവില്ല, കാരണം മേ ബി അവർ അതിന് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവില്ല. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പല കാര്യത്തിനും വേണ്ടിയിട്ട് അവേക്കൻ ആവുന്ന ഒരു സ്റ്റേജും കൂടിയാണ്. ഓക്കെ, സോ പല കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണോ ഏറ്റവും ഒരു പേടിയായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ഓക്കെ, നിങ്ങളുടെ ഒരു ഫിയർ, എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ഫിയർ ആണ് നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നത്. അത് ഈ ഒരു 3 months ടൈമിൽ നിങ്ങൾ അത് റിയലൈസ് ചെയ്യും. ഈ ഒരു ഫിയർ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെ? അൺലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഉണ്ടാവുന്നുണ്ട്. അത് പ്രോബബ്ലി ചില ആളുകൾക്ക് റിലേഷൻഷിപ്പിലായിരിക്കാം, നിങ്ങൾ ഡീൽ ചെയ്യുന്ന ചില സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ വന്ന് പെട്ടിട്ടുള്ള ചില കണക്ഷൻ, ഓക്കെ, നിങ്ങൾ ഡീൽ ചെയ്യുന്ന ചില ഇമോഷൻ സിറ്റുവേഷൻ. സോ അഗൈൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അതാണ് ഒരു പേടിയെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇമോഷൻസ് ഞാൻ എങ്ങനെ ഡീൽ ചെയ്യും, എങ്ങനെ മാനേജ് ചെയ്യും, ഇതെന്റെ ലൈഫ് ഡിസ്ട്രോയ് ചെയ്യോ? നോ. ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവില്ല. ഓക്കെ, സോ കംപ്ലീറ്റ്ലി ചില കാര്യത്തിന്റെ ഒരു കോഡ് അല്ലെങ്കിൽ ത്രെഡ് കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിറാക്കിൾ ആണ്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിലിട്ട് പേടിക്കുന്നത് ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതിന്റെ ഒരു ഇന്റൻസ് നിങ്ങൾക്ക് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹോപ്പ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ആൻഡ് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ പല കാര്യങ്ങളും നിങ്ങൾ അവെയർ ആവുന്നുണ്ട്. അഗൈൻ നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളിലേക്കൊക്കെ
നിങ്ങൾക്ക് ഗ്രാൻഡഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പെർമിഷൻസ് ഉണ്ടാവുന്നുണ്ട് ചില കാര്യങ്ങൾ നോക്കാൻ, അന്വേഷിക്കാൻ, മനസ്സിലാക്കാനുള്ള ഒരു പെർമിഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സെൽഫ് ചേഞ്ചസ് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് എന്താണോ നിങ്ങളെ ഒരുപാട് ടെൻഷൻ ആക്കുന്നത്, പേടി ഉണ്ടാക്കുന്നത്, മറക്കാൻ പറ്റാത്തത്, ട്രസ്റ്റ് മീ ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഓർമ്മകൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഒന്നുകിൽ അവിടെ റൈറ്റ് ആയിട്ടുള്ള കാര്യം വെച്ച് അവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഓർ നിങ്ങൾ എന്തൊക്കെയോ ഒരു കാര്യത്തിൽ വളരെ എൻഗേജ്ഡ് ആയിട്ട് പ്രവർത്തിക്കാൻ പോകുന്ന ഒരു മാസത്തിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ലൈക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിങ്ങളുടെ കൺട്രോളല്ല, അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്കൊരു പേടി തോന്നുന്നത്, ഓർ നിങ്ങൾ എന്തോ എത്തിപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ചെയ്തു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് ഒരു ഫിയറിന്റെ ഒരു ട്രാപ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾ പോവാ. ഓക്കെ, ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ പോവാ, അത് നിങ്ങൾ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ചിലത് നമ്മൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ഒരു അത് എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് അതിന് പുറത്തേക്ക് വരാൻ സാധിക്കുള്ളൂ. അതിലൂടെ മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, മേ ബി നിങ്ങൾക്ക് പേടി ഉണ്ടായിരിക്കണം, ഈ ഒരു സിറ്റുവേഷൻ ആയിട്ട് മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് പേടി ഉണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ മുന്നോട്ട് പോവാ, നിങ്ങൾക്ക് അവിടെ വെളിച്ചുണ്ട്. നിങ്ങൾക്ക് എവിടെയൊക്കെ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾക്കൊരു ലൈറ്റ് ഇല്ല, മുന്നോട്ട് പോവാൻ വളരെ ഡാർക്ക് ആയിട്ട് തോന്നുന്നു, ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഒരു കാര്യം ഒരിക്കലും നിങ്ങൾ ഈ വരുന്ന 3 months ടൈമിൽ നിങ്ങൾക്ക് ഇരുട്ടാണ്, നിങ്ങൾക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതൊരു പ്ലേസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ വെളിച്ചത്തിന് യാതൊരു കുറവും ഉണ്ടാവില്ല. ഓക്കെ, അത് റൈറ്റ് ആയിട്ടുള്ള ടൈം ആവുന്ന സമയത്ത് അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി അത് റിവീൽഡ് ആവും, ഓപ്പൺ ആവും. അതെല്ലാ രീതിയിലും നിങ്ങൾ റിലേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു വെളിച്ചം കിട്ടുന്നത് വരെ നിങ്ങൾ മുന്നോട്ട് പോവാ. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു വളരെ ഇരുട്ട് നിറഞ്ഞിട്ടുള്ള ഒരു ടണൽ കൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോവാ. എത്ര നിങ്ങൾക്ക് പേടി തോന്നിയാലും, എത്ര ഹോപ്പ്ലെസ് ആയിട്ട് തോന്നിയാലും മുന്നോട്ട് പോവാ. കാരണം നിങ്ങൾക്ക് വെളിച്ചത്തിന് യാതൊരു ക്ഷാമവും ഇല്ലാത്തൊരു ടൈമിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, സോ ലൈഫില് ഒരു ഹോപ്പ് ഇല്ലാതെ പോകുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ഇത് മനസ്സിൽ വെക്കുക. ഓക്കെ, നിങ്ങളൊരു സൂപ്പർ ഗേൾ ആണ്. ഓക്കെ, സോ അല്ലെങ്കിൽ ഒരു സൂപ്പർ ബോയ് ആണ്. ഓൾറൈറ്റ്, നിങ്ങൾ ഏത് ഏജുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ്. ഈ ഒരു 3 months ടൈം നിങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾ ലൈക്ക് ഒരു കൈൻഡ് ഓഫ് ഫൈറ്റിംഗ് മോഡിലാണ്. ഓക്കെ, സോ ലൈക്ക് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ചില പ്ലേസിൽ. ഓക്കെ, സോ ചില പ്ലേസിൽ നിങ്ങൾ വളരെ സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ ചില കാര്യത്തിലൊക്കെ സ്റ്റബേൺ ആയിട്ട്, ചില കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന സമയത്തൊക്കെയാണ് നമുക്കൊരു സ്പെഷ്യൽ അട്രാക്ഷൻ നമ്മൾക്ക് ഉണ്ടാവുക, അല്ലെ? എപ്പോഴും നമ്മൾ എല്ലാ പ്ലേസിലും അവൈലബിൾ ആയിട്ട്, എല്ലാ പ്ലേസിലും അനാവശ്യത്തിനും ആവശ്യത്തിനൊക്കെ പോയി സംസാരിക്കുന്ന ഒരു ടൈമിൽ നമുക്ക് വലിയൊരു അട്രാക്ഷൻ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സോ നിങ്ങളുടെ ഇതുപോലത്തെ ചില ആക്ഷൻസ്, മാറ്റങ്ങള് നിങ്ങൾ ഒരുപാട് വ്യത്യസ്തരാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു യൂണിക്നെസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. ഹേ ഗ്രൂപ്പ് നമ്പർ 2, വരുന്ന 3 മാസം എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്, എന്തൊക്കെ സ്പെഷ്യൽ മെസ്സേജ് ആണ് നിങ്ങൾക്കുള്ളത്? ഗ്രൂപ്പ് നമ്പർ 2, ഐ തിങ്ക് ഗ്രൂപ്പ് നമ്പർ 2, ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ ഈ അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ട്രോങ്, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ, ഇതാണ് നിങ്ങൾക്ക് വരുന്ന 3 months ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റോൾ എന്ന് പറയുന്നത്. കാരണം യെസ്, വരുന്ന 3 months ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഏറ്റവും ബോൾഡ് ആയിട്ടുള്ളതും സ്ട്രോങ് ആയിട്ടുള്ളതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും അട്രാക്റ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ഒരു വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ജോബ്, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ വളരെ ഗ്ലാമറസ് ആയിട്ട്, ഈവൻ നിങ്ങളൊരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ പോലും ലൈക്ക് നിങ്ങൾ ഇടുന്ന വസ്ത്രങ്ങളോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളോ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈവൻ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും മേ ബി ചില ആളുകൾ നിങ്ങൾ പാരന്റ് ആയിരിക്കാം, സിംഗിൾ പാരന്റ് ആയിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി അമ്മ അല്ലെങ്കിൽ സിംഗിൾ പാരന്റ് ഒക്കെ ആയിരിക്കാം. നിങ്ങളൊരു ടൈമിനൊക്കെ ശേഷം നിങ്ങൾ പുറത്തേക്ക് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾ സിംഗിൾ പാരന്റ് അല്ലെങ്കിൽ നിങ്ങൾ പാരന്റ് ആയതുകൊണ്ട് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ പ്രത്യേകിച്ച് കുറച്ച് സമയമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങൾ ചില വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കൊക്കെ
വരിക എന്ന് മാത്രം എന്നുള്ളതല്ല, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ കൂടെ നിങ്ങൾ അവിടെ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണ്. വരുന്നൊരു 3 months ടൈം നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണ്. നിങ്ങൾ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ വരയ്ക്കുക, നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ളതോ നിങ്ങളുടെ എന്തെങ്കിലും ടാലന്റ് കാണിക്കുക എന്നുള്ളതല്ല. അത് ഈവൻ ലൈക്ക് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും സ്നേഹം നിങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ കൊടുക്കുന്ന ഒരു സ്നേഹം പോലും അതിലൊക്കെ ഒരു കല അല്ലെങ്കിൽ അതിലൊക്കെ ഒരു കലാപരമായിട്ടുള്ള ചില കാര്യങ്ങള്, എന്തൊക്കെയോ ഒരു മാറ്റങ്ങള്, ഒരു മാജിഷ്യൻ പോലെ ചില മാറ്റങ്ങള്. ഓക്കെ, സോ നിങ്ങളുടെ പ്രസൻസ്, നിങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങള്, എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങളൊരു ആർട്ടിസ്റ്റ് പോലെ ഇതുപോലെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളൊരു ആർട്ടിസ്റ്റ് പോലെ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ സ്നേഹത്തിന് ചില പ്ലേസില് വലിയ രീതിയിൽ ഹീൽ ചെയ്യാനും, ചില കാര്യങ്ങളൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യാനും, ചില കാര്യങ്ങളൊക്കെ വീണ്ടും ചില കാര്യങ്ങൾ ഗ്രോത്ത് കൊണ്ടുവരാനും, സന്തോഷം കൊണ്ടുവരാനും, റീകണക്ട് ചെയ്യാനും ഒക്കെ നിങ്ങളുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ് അവിടെ സഹായിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ആയിരിക്കാം, ഓർ നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സർവീസ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്കൊക്കെ നിങ്ങൾ ഇൻവോൾവ് ആവുന്നതായിരിക്കാം. സോ നിങ്ങൾ കാരണം മറ്റുള്ള ആളുകളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്റർടൈൻമെന്റ് ചെയ്യുന്നുണ്ട്, ഓർ സോൾവ് ചെയ്യുന്നുണ്ട്. ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി സോൾവ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലിസണർ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില കേൾവിക്കാരും കാഴ്ചക്കാരും ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈവൻ ചില ആളുകൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടാലന്റ് ഉള്ള ആളുകളായിരിക്കാം, ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ഗ്ലാമറസ് ആയിട്ടുള്ള വേഷത്തിലാണ്. ഓക്കെ, ഗ്ലാമറസ് ആയിട്ടുള്ള, നിങ്ങൾ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളതും ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളതുമായിട്ടുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു മാറ്റത്തിലേക്കും കൂടെ വരുന്ന ഒരു മാസം കൂടിയാണ് ഈ ഒരു 3 months ടൈം എന്ന് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫ്ലൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആകാശം, സ്കൈ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കാം. അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഒരു ജോബിലേക്ക് വരുന്നതായിരിക്കാം, ഓർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൈക്കിക് എനർജി. ഓക്കെ, അഗൈൻ ലൈക്ക് സ്കൈ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്, സ്റ്റാർ, ഓക്കെ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സൈക്കിക് എനർജി. ഓക്കെ, നിങ്ങളുടെ സൈക്കിക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ അലൈൻഡ് ആയിട്ട് വരുന്ന ഒരു ടൈം കൂടിയാണ്. ഓക്കെ, സോ അതാണ് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈവൻ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് അട്രാക്ഷൻ, നിങ്ങൾക്ക് അതിൽ ഒരുപാട് കേൾവിക്കാരും കാഴ്ചക്കാരും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. സോ മറ്റുള്ള ആളുകൾക്ക് ഒരു ഇൻസ്പയറിംഗ് ആവുന്ന രീതിയിലുള്ള ചില മാറ്റങ്ങൾ, അവരൊരുപാട് അഡ്മയർ ചെയ്യുന്ന ചില മാറ്റങ്ങൾ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ചില ആളുകൾ ഡാൻസേഴ്സ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഫിസിക്കലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടായിരിക്കണം. ഓർ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് അതാണ്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു സമയം അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ ജസ്റ്റേഴ്സ് നിങ്ങൾ ചേഞ്ച് ആക്കണം. നിങ്ങൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തണം. നിങ്ങൾ നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല, നിങ്ങൾ നോർമലായിട്ട് നടക്കണം, നിങ്ങളുടെ ചിന്താഗതി മാറ്റണം എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് തോന്നാണ് അതല്ല, ഇത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, എനിക്ക് ഇങ്ങനെയാണ്, അങ്ങനത്തെ ചില അഭിപ്രായങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള യൂണിക് ആയിട്ടുള്ള ജസ്റ്റേഴ്സിൽ നിങ്ങൾ നിൽക്കുക. ഓക്കെ, സോ അത് നിങ്ങളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ആയിരിക്കാം അത്. ഓക്കെ, അത് നിങ്ങളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങളുടെ ആക്ഷൻ, നിങ്ങളുടെ ജസ്റ്റേഴ്സ്, നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതി, നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന രീതി, നിങ്ങളെ പ്രസന്റ് ചെയ്യുന്ന രീതി. ഓക്കെ, സോ നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് അങ്ങനെ എന്തൊക്കെയാണോ തോന്നുന്നത്, കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യും. ഓക്കെ, വരുന്ന 3 months ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളെ ലിമിറ്റ് ചെയ്തിട്ടില്ല. മറ്റുള്ള ആളുകളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലിമിറ്റേഷൻ അങ്ങനത്തെ എന്തെങ്കിലും, മറ്റുള്ള ആളുകൾ നിങ്ങളുടെ മേലെ എന്തെങ്കിലും ലിമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾ നിങ്ങളുടെ മേലെ അതുപോലത്തെ ഒരു ലിമിറ്റേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്ത് വെക്കുക. കാരണം അതൊക്കെ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ് വരുന്ന ഒരു 3 months ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഇവന്റ്സ് ഓർ നിങ്ങൾ എന്തെങ്കിലും പബ്ലിക് ഫിഗർ ഒക്കെ ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ടാലന്റ് വെച്ച്. ഓക്കെ, സോ ഒരുപാട് പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഉണ്ടാവുക, എസ്പെഷ്യലി നിങ്ങൾക്ക് ഉറക്കം ഒഴിച്ച് പണിയെടുക്കേണ്ടി വരുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങൾ അത്ര ഹാപ്പി ആയിട്ടാണ് ചില കാര്യത്തിൽ എൻഗേജ്ഡ് ആവുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ചില അതുപോലത്തെ ഒരു ഫെയിം വരുന്ന സമയത്ത് ഈവൻ നിങ്ങൾ ഉറക്കൊഴിച്ച് നിങ്ങൾ പണിയെടുക്കുന്നുണ്ടായിരിക്കണം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ എഫേർട്സ് എടുക്കുന്നുണ്ടായിരിക്കണം. കാരണം നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കണം, അല്ലെ? നിങ്ങളുടെ കാഴ്ചക്കാര്, നിങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. സോ ഇത് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എവിടേക്കാണോ നിങ്ങൾ മൈക്കൊക്കെ പിടിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, ക്യാമറ, മീഡിയ വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫേസ് പല
രീതിയിൽ ഫെമിലിയർ ആവേണ്ടതായിട്ടുണ്ട്. അത് ഒരു ടീമിലേക്ക് ആയിരിക്കാം, അത് കുറച്ച് ആളുകളിലേക്ക് ആയിരിക്കാം, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിലേക്ക് ആയിരിക്കാം. ഓക്കെ, ചില ആളുകൾക്ക് അത് വേൾഡ് വൈഡ് ആണ്. ഓക്കെ, സോ നിങ്ങളുടെ സർവീസ് എന്താ, അതിന്റെ ഒക്കെ ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു ടൈമാണ് ഈ ഒരു 3 months ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മാറ്റത്തിലേക്കുള്ള ഒരു മേജർ സ്റ്റെപ്പ് വരുന്ന ഒരു ടൈമാണ് ഈ ഒരു 3 months ടൈം എന്ന് പറയുന്നത്. ചില ആളുകൾ നിങ്ങൾ ഫ്ലൈറ്റ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കണം, എയർ ഹോസ്റ്റസ് ആയിരിക്കാം, വളരെ അട്രാക്റ്റീവായിട്ട് കാണപ്പെടുന്ന ഒരു ടൈമും കൂടിയാണ്. ഓക്കെ, നിങ്ങളുടെ ബ്യൂട്ടി നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ്. ഓക്കെ, ഈവൻ ചില ആളുകൾ നിങ്ങൾ മിഡ് ഏജ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, സോ ബട്ട് സ്റ്റിൽ നിങ്ങൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് അതുപോലെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ പഴയ ഡ്രസ്സൊക്കെ, നിങ്ങളുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പഴയ ഡ്രസ്സ്, പഴയ ഓർണമെന്റ്സ്, പഴയ രീതിയിൽ നിങ്ങൾ വരുന്നതായിരിക്കാം, പഴയ സ്റ്റൈലിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് തോന്നുകയാണ് ലൈക്ക് കുറെ കാലത്തിന് ശേഷം നിങ്ങൾ വലിയ രീതിയിൽ ആക്റ്റീവ് ആയിട്ടൊന്നും നിന്നിട്ടില്ല, പഴയതുപോലെയൊക്കെ ആവണമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ യെസ്, നിങ്ങൾ അതുപോലെയൊക്കെ നിങ്ങൾ വളരെ ആക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ആ ഒരു പഴയ ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വളരെ പഴയ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പഴയ ഒരു ഫിസിക്കാലിറ്റിയിലേക്കോ ഹെൽത്ത് കണ്ടീഷനിലേക്കോ നിങ്ങൾ വരുന്നതായിരിക്കാം, ഹെൽത്തി ആയിട്ട്. ഓക്കെ, സോ ഹെൽത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടാലന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഡാൻസ്, മ്യൂസിക് ഓർ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ടാലന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. സോ ഒരു മേ ബി നിങ്ങൾ ഒരുപാട് ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അത് നിങ്ങളൊരു ഏജ് ഒക്കെ ആവുന്ന സമയത്തായിരിക്കാം നിങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അതുപോലത്തെ ചില ആക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ വളരെ എന്റർടൈൻമെന്റ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അവരെ എന്റർടൈൻ ചെയ്ത് നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കുട്ടികളായിരിക്കാം, നിങ്ങളുടെ കൂടെയുള്ള ആളുകളായിരിക്കാം, നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം. നിങ്ങളുടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു രീതിയിലും ഒരു ആളും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് നിൽക്കില്ല. ഓക്കെ, സോ ഇത്ര കാലമായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനത്തെ മാറ്റങ്ങൾ നല്ലതല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അഭിപ്രായം നിങ്ങൾ ഒരു രീതിയിലും ബോധർ ചെയ്യാൻ പോകുന്നില്ല. ആൻഡ് ഈവൻ ബോധർ ചെയ്താലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളതോ യൂണിക് ആയിട്ടുള്ള ജസ്റ്റ് സ്മൈൽ. ഓക്കെ, നിങ്ങളുടെ സ്മൈൽ ഇസ് സോ അട്രാക്റ്റീവ്. ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ നല്ല രീതിയിൽ ചിരിക്കുക. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവാൻ പോകുന്ന ഒരു ടൈമാണ്. നിങ്ങളുടെ പല ലിമിറ്റേഷൻസും ബ്രേക്ക് ചെയ്യാൻ പോകുന്നൊരു മാസത്തിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു 3 months ടൈമിൽ ചെയ്യുന്നുണ്ടായിരിക്കുക. ചില ആളുകൾ പെട്ടെന്നായിരിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, പെട്ടെന്നായിരിക്കാം നിങ്ങൾക്ക് ചില അവസരങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കാം, അത് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ അതിലേക്ക് തള്ളി വിടുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ഇതുപോലെ എൻഗേജ്ഡ് ആവുക എന്ന് പറയുന്നത്, ഇതുപോലത്തെ ഒരു മാറ്റത്തിലേക്ക് വരിക എന്ന് പറയുന്നത്, ഇത്ര കാലത്തിന് ശേഷം എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ, എനിക്ക് ആ ഒരു ഫ്ലോ ഉണ്ടോ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു ടാലന്റ് ഉണ്ടോ, നോ, you have to come out of that. You need to break that limiting belief, that wall. Alright, കാരണം ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ഒരുപാട് ഫെയിം അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടാലന്റ്, സൈക്കിക് ടാലന്റ് ആയിരിക്കാം മേ ബി ചില ആളുകൾക്ക്. ഓക്കെ, സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിലേക്ക് വരാം. കാരണം നിങ്ങൾ വളരെ 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 ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരികയാണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുകയാണ്. സോ ഇത്ര കാലം ആൻഡ് നിങ്ങൾ കാര്യങ്ങൾ ഫോളോ ചെയ്യാണ്. ഓക്കെ, സോ നിങ്ങളൊന്നും ചേസ് ചെയ്യുന്നില്ല, ബട്ട് യെസ്, നിങ്ങൾ ചേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ സ്ലോലി, ഓക്കെ, പതുക്കെ നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ എന്താണ് നിങ്ങൾ അങ്ങനെ സ്ലോലി കണക്ട് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ലൈഫ് ലോങ്ങിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓർ നിങ്ങൾ എന്താണ് മടിച്ചു നിൽക്കുന്നത്, ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി ഇതിലേക്ക് വന്ന എന്താവും, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ റിലേറ്റ് ചെയ്ത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു പേടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം, നിങ്ങൾക്ക് വരേണ്ട ഒരു വലിയൊരു ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ആണ് അതിന്റെ കൂടെ ഡിലേ ആയി പോകുന്നത്. ഓക്കെ, ഫ്രീഡം കൊടുക്കുക. ഗ്രൂപ്പ് നമ്പർ 2 എല്ലാ ഫ്രീഡവും നിങ്ങൾക്ക് കൊടുക്കുക. തീരുമാനങ്ങൾ എടുക്കാനുള്ള, ചില ലിമിറ്റിംഗ് ബിലീഫ് ബ്രേക്ക് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യാനുള്ള, നിങ്ങൾക്ക് ചെയ്യണം, നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള സകല ഫ്രീഡവും നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ സോളിന് ഫ്രീഡം വേണം.
ഓക്കെ, മേ ബി നിങ്ങൾ ഒരുപാട് ക്രേവ് ചെയ്യുന്നത് നിങ്ങളുടെ തന്നെ സോളിന്റെ ഒരു വലിയ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കാം. ഓക്കെ, സോ അങ്ങനെയൊക്കെ നമ്മൾ ചില കാര്യത്തിലേക്ക് നമുക്ക് പറ്റാത്ത ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്ത കാര്യങ്ങൾ, ബട്ട് സ്റ്റിൽ നമുക്ക് അങ്ങനത്തെ ഒരു അവസരത്തിലേക്ക് വന്നു പോകേണ്ടതായിട്ടുണ്ടാവുന്ന സമയത്ത് മനസ്സിലാക്കുക നിങ്ങൾക്ക് അത് ഏതൊക്കെയോ രീതിയിൽ ഒരു ബ്ലെസ്സിങ് ആണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് കൊണ്ടുവരുന്നത്. ചില ആളുകൾക്ക് നിങ്ങൾ ചില പ്ലേസിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, ഫൈനലി ചില കാർമിക് ടൈം നിങ്ങൾ കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നോ മോർ ഗെയിം ദെയർ. ഓക്കെ, ഇനി ഒരു കൂടുതൽ അവസരമോ കൂടുതൽ സംസാരമോ ഒന്നുമില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ പോകുന്നതും അതാണ്, നോ കോണ്ടാക്ട്. ഓക്കെ, നിങ്ങൾ ചില പ്ലേസിൽ നോ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ചിരി കൊണ്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. സംസാരമൊക്കെ അവിടെ കുറവാണ്, പക്ഷെ നിങ്ങളുടെ ചിരി കൊണ്ടാണ് നിങ്ങൾ പല കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ വലിയ രീതിയിലൊക്കെ നിങ്ങൾ ട്രിഗർ ചെയ്തിട്ടുള്ളതോ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചതുമായിട്ടുള്ള ചില ആക്ഷനോ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അതുപോലെ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ പ്രിപ്പയർഡ് ആണ് ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് റിയാക്ട് ചെയ്യുക, പെട്ടെന്ന് ഡൗൺ ആയി പോവുക, അങ്ങനത്തെ ഒരു ആളല്ല നിങ്ങൾ വരുന്ന 3 months ടൈം. നിങ്ങളതൊക്കെ ഈവൻ അതുപോലത്തെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേച്ചർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും 3 months ടൈം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ചില സിറ്റുവേഷൻ എസ്പെഷ്യലി നിങ്ങൾ ഏതൊക്കെ പ്ലേസിലാണോ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഗ്രൂപ്പ് നമ്പർ 2 വരുന്നൊരു 3 months ടൈം ഒരാളുടെ ഉപദേശം നിങ്ങൾ കേൾക്കാൻ പോകുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ല, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള ചില ആക്ഷനില് നിങ്ങൾക്ക് അവിടെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള തീരുമാനത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. അതാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ ആവുന്നത്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുകയാണ് ചില പ്ലേസിലൊന്നും നിങ്ങൾക്ക് ഫ്രീഡം ഇല്ല എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടാവുന്നുണ്ട്. സോ റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത്, നിങ്ങളുടെ ഒരു ലവ് ലൈഫിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് അട്രാക്റ്റീവ് ആവുന്ന ഒരു ടൈം കൂടിയാണ്. അത് നിങ്ങൾ എടുക്കുന്ന തീരുമാനം, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളെ ഒരുപാട് അട്രാക്റ്റീവ് ആക്കി വെക്കുന്നുണ്ട്. ആൻഡ് മോർ ഓവർ നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് ഫ്രീഡം ആണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഒരു സ്ട്രോങ് ആയിട്ട് നിങ്ങൾ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്നേഹം പുറത്തുനിന്ന് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ് പ്ലേസ് നിന്നും ഒക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പേരിൽ നിങ്ങൾ ഒരുപാട് എവിടെയെങ്കിലുമൊക്കെ തളയ്ക്കപ്പെട്ടിട്ട് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്ലേസ് നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു മാറ്റം വേണം. ഒരു അതുപോലത്തെ ഫ്രീഡം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ മാറ്റങ്ങൾ, ഇതുപോലത്തെ സ്വാതന്ത്ര്യം, നിങ്ങളുടെ ഇതുപോലത്തെ ഫ്രീഡം നിങ്ങൾക്ക് എവിടെയൊക്കെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങളത് കണക്ട് ചെയ്യാം. ഓക്കെ, സോ കാരണം നിങ്ങൾക്ക് അതുപോലത്തെ ഒരു ബ്രീത്തിങ് സ്പേസ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു സമാധാനം ചില തീരുമാനങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്നത് കൊണ്ടായിരിക്കാം. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങളൊന്ന് ഒറ്റയ്ക്കൊക്കെ നിൽക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്, റൈറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി. ഓക്കെ, ഇത് നിങ്ങൾ മാറി നിൽക്കുന്നതായിരിക്കാം, വേറെ പ്ലേസിലേക്ക് മാറി നിൽക്കുന്നതായിരിക്കാം. കാരണം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 3 ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം ഡെഫിനറ്റ്ലി നിങ്ങൾ മാറി നിൽക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അത് ചില ആളുകൾ നിങ്ങൾ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കാം, ഒറ്റയ്ക്കായിരിക്കാം നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടായിരിക്കാം. മേ ബി ചില ആളുകൾ വേറെ പ്ലേസിലേക്ക് പോകുന്നുണ്ട്, കാരണം നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആദ്യമായിട്ടായിരിക്കാം ചില ആളുകൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കുക, വേറെ കൺട്രിയിൽ പോകുന്നുണ്ടായിരിക്കുക, വേറെ പ്ലേസ് വിസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക, വേറെ കൾച്ചറിലോട്ട് വരുന്നുണ്ടായിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റം, അല്ലെങ്കിൽ വേറെ കാഴ്ചകളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു 3 months ടൈം നിങ്ങൾക്കൊരു ഹീലിംഗ് പ്രോസസ് കൂടെ സംഭവിക്കുന്നുണ്ട്. ആ ഒരു ഹീലിംഗ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്, പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പുതിയ കാഴ്ചകൾ ഉണ്ടാവുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട് ഓക്കെ ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇത്ര കാലം ഞാൻ വിചാരിച്ചതുപോലെയല്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതുപോലെയല്ല, ഞാൻ അനുഭവിച്ചതുപോലെയല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ചില കാഴ്ചകളോ ചില പ്ലേസിലേക്ക് നിങ്ങൾ അതുപോലെ വരുന്നതായിരിക്കാം. ഓക്കെ, ചില അനുഭവങ്ങള്, അതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വലിയൊരു മാറ്റം വരുത്തുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇത്ര കാലമായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എങ്ങനത്തെ ഒരു സർക്കിളിലാണ് നിൽക്കുന്നത് എന്നുള്ളത്, അല്ലെ? സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ടൈഗറിനെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളൊരു സിംഹത്തിനെ കാണുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അതൊരു സിംഹമാണ് എന്നുള്ളത്, അല്ലെ? പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ എല്ലാവരും പറയുന്നു അത് സിംഹമൊന്നല്ല, അതൊരു ആടാണ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എത്ര കാലമായിട്ട് അത് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കണം. ഈവൻ നിങ്ങളുടെ ഗട്ട് ഫീലിങ്സ് നിങ്ങൾക്ക് അറിയാം അതാണ് ശരിയെന്ന് അറിയാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിൽ വിശ്വസിച്ച് നിന്നിട്ടുണ്ടായിരിക്കണം, അല്ലെ? സോ അതിലൊക്കെ അങ്ങനത്തെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുക. അങ്ങനത്തെ കാര്യത്തിലൊക്കെ ബ്രേക്ക് കൊണ്ടുവരുത്തുന്ന, അല്ലെങ്കിൽ അതുപോലെ നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്ന ആരാണെന്നുണ്ടെങ്കിലും അതിന്നൊക്കെ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടാൻ പോകുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ ചില ആളുകളൊക്കെ വളരെ ബോൾഡ് ആയിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ചില ആളുകള്
നിങ്ങൾ ഇത്ര കാലമായിട്ട് ഇത്ര കാലമായിട്ട് യൂസ്ഡ് ആയിട്ടുള്ള പ്ലേസ് നിന്നോ ആളുകളുടെ അടുത്തുനിന്നോ നിങ്ങൾ മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. ചില മാറ്റത്തിന് വേണ്ടിയിട്ടായിരിക്കാം അത്. ചില ആളുകൾക്ക് ടെമ്പററി ആയിട്ടുള്ള മാറ്റങ്ങളാണ്. ഓക്കെ, സോ നിങ്ങൾ ലൈഫ് ലോങ്ങിലേക്ക് എടുക്കുന്ന മാറ്റങ്ങൾ എന്നുള്ളതല്ല. ചില പ്ലേസ് നിന്നോ ഈവൻ നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്ന സമയത്തും ചില പ്ലേസ് നിന്നോ കുറച്ച് സമയം നമ്മളൊന്ന് വിട്ടു നിൽക്കുന്നത് നല്ലതാണ്. കാരണം നമുക്കൊരു സന്തോഷം ആ ഒരു പ്ലേസിൽ നിന്ന് നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഈവൻ നിങ്ങൾക്ക് അവരുടെ കൂടെ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിലും അവരെ സന്തോഷിപ്പിച്ച് നിർത്തണം എന്നുണ്ടെങ്കിലും നിങ്ങളുടെ സന്തോഷം എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഒരാളെ സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല അല്ലെ. ആ ഒരു സന്തോഷം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നുണ്ടായിരിക്കണം. മേ ബി ചില ആളുകൾ നിങ്ങൾ ആഫ്റ്റർ മാരേജ് നിങ്ങൾ പുതിയൊരു പ്ലേസിലേക്കോ പുതിയ കൺട്രിയിലേക്കോ പോകുന്നതായിരിക്കാം. സോ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ കല്യാണം, പ്രഗ്നൻസി, അതുപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇറ്റ്സ് എ ഡിവൈൻ ടൈം ഫോർ യു. ഇറ്റ്സ് എ ഡിവൈൻ ടൈം ഫോർ യു. ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു അട്രാക്ഷൻ, അതുപോലത്തെ ഈവന്റ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ട ഒരു ടൈമും കൂടിയാണ് വരുന്ന ഒരു 3 months ടൈം. സോ പെട്ടെന്ന് കല്യാണം ശരിയാവുക, അല്ലെങ്കിൽ ജോബ് ശരിയാവുക, മാറ്റങ്ങൾ ഉണ്ടാവുക, അതൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, കമ്മിറ്റ്മെന്റ്, ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓർ നിങ്ങളുടെ ഒരു ഡിഫിക്കൽട്ട് സ്റ്റേജിൽ നിന്ന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ നിങ്ങൾ ഡീൽ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ കാഴ്ചകൾ കാണിച്ചു തരും. ഇത്ര കാലം നിങ്ങളുടെ കൂടെ, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കൂടെയുള്ള ആളുകള് പറഞ്ഞതല്ല സത്യങ്ങൾ, നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങള്, നിങ്ങൾക്കൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, അത് മേ ബി നിങ്ങൾക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാളായിരിക്കാം. ഓക്കെ, സോ പക്ഷെ നിങ്ങൾക്ക് ചില ജേർണിയിൽ നമുക്ക് ചില ആളുകളുടെ സപ്പോർട്ട് വേണം, നമ്മൾ എന്താന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ചില ആളുകളുടെ ലൈഫിൽ അതുപോലത്തെ കണക്ഷൻസ് എൻ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് വളരെ പ്രഷ്യസ് ആയിട്ടും അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലും കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾ അതിലേക്ക് വീണ്ടും ഒരുപാട് അഡിക്റ്റഡ് ആക്കാനോ അല്ലെങ്കിൽ ഡിപ്പെൻഡഡ് ആക്കാനോ വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങൾക്ക് ചില ഇൻസൈറ്റ് തരാൻ, നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ, നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി കൂടുതൽ മനസ്സിലാക്കാൻ, ചില കണക്ഷൻ, ചില സ്പെഷ്യൽ ആയിട്ടുള്ള എൻട്രീസ് ഈ ഒരു 3 months ടൈമിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് കണക്ഷൻ ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കമ്മിറ്റ്മെന്റ്, ചില ആളുകൾക്ക് അത് ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ആണ്. മാരേജിലേക്കൊക്കെ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഫൈനാൻഷ്യലി നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്തൊരു കാര്യം ഈ ഒരു 3 months ടൈമിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സ്ലോലി ആണ് ഈ ഒരു 3 months ടൈമിൽ അത് പ്രോഗ്രസ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ പോലും നിങ്ങൾ അത് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അത് ലീഡ് ചെയ്യുന്നത് ഒരു ബെറ്റർ ആയിട്ടുള്ള പൊസിഷനിലേക്കാണ്, ഒരു വലിയൊരു ഉന്നതിയിലേക്കാണ്. ഓക്കെ, സോ ട്രസ്റ്റ് ഇറ്റ്. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾ മാറി നിൽക്കണം, ചില പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കണം. കാരണം നിങ്ങൾക്ക് ലൈഫിൽ പുതിയ മാറ്റങ്ങളിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ ഒരു പുതിയ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ വരിക എന്നുള്ളതായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഐഡിയാസ് സിങ്ക് ആവില്ല. ചില ഇത്ര കാലമായിട്ട് നിങ്ങൾ കൂടെ നിന്നിട്ടുള്ള ആളുകളുടെ ഐഡിയാസിലേക്കൊന്നും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഒന്ന് മാറി വരുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു സർക്കിളിൽ നിന്നൊക്കെ നിങ്ങൾ മാറുന്നുണ്ടായിരിക്കണം. വർക്ക് പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഫ്ലൈറ്റ് യാത്ര നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ഈ ഒരു 3 months ടൈമിൽ നിങ്ങൾക്ക് ഒന്ന് കൂടുതൽ ഫ്ലൈറ്റ് യാത്രകളൊക്കെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ പ്ലേസിലേക്കൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. ജോബിന് വേണ്ടിയിട്ടെന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെ വളരെ ഇഷ്ടപ്പെട്ട പ്ലേസിലൊക്കെ ഒരു വെക്കേഷൻ പോലെ പോവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് വലിയ സന്തോഷം തരുന്ന ഒരു യാത്ര, അത്ര സന്തോഷം തരുന്ന ഒരു വ്യക്തിയുടെ കൂടെയൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ചിരിയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങളുടെ ചിരി ഈ ഒരു വരുന്നൊരു 3 months ടൈമിൽ വേറെ ഒരാൾക്കും കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അത് ഒരു രീതിയിൽ ഈവൻ നിങ്ങളുടെ ചിരി നിങ്ങളെ ഇൻസെക്യൂർ ഒക്കെ ആക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും നോ, അതൊക്കെ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ ഓപ്പൺ അപ്പ് ആവുക നിങ്ങൾ എല്ലാ രീതിയിലും. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഒരുപാട് അട്രാക്ഷൻ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ബോൾഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2 അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. സോ ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 now. ഹേ, ഗ്രൂപ്പ് നമ്പർ 3, വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു എനർജി. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ റീഡിംഗ് വായിക്കുന്ന സമയത്ത് എനർജി ഈസ് ലൈക്ക് യു ഗൈസ് നോ ഹനുമാൻ കൈൻഡ്, ദ സിംഗർ. ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഹനുമാൻ കൈൻഡ് ഇപ്പൊ റീസെന്റ് വൈറൽ ആയിട്ടുള്ള മ്യൂസിക് ആൽബം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് അല്ലെ. സോ മൂവീസിലുണ്ടായിരുന്നു. ഐ ഡോണ്ട് റിമെമ്പർ വിച്ച് മൂവി ഇറ്റ് ഈസ്. സോ അതുപോലൊരു ലൈക്ക് ഒരു സഡൻ ഓക്കെ നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന, നിങ്ങൾ എക്സിസ്റ്റ്
ചെയ്യുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ വരുന്ന 3 months ടൈമിൽ ഉണ്ടാവും. ഇറ്റ്സ് ലൈക്ക് ഔട്ട് ഓഫ് ദ ബ്ലൂ നിങ്ങൾ പോപ്പപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ സെന്റർ ഓഫ് അട്രാക്ഷൻ ആവുക, നിങ്ങൾ ആക്റ്റീവ് ആവുക. ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു റേസിംഗ് കോമ്പറ്റീഷൻ ഒക്കെ കാണുന്ന സമയത്ത് ഏറ്റവും പിറകില് നമ്മൾ ഒട്ടും നോട്ടീസ് ചെയ്യാത്ത ചില ആളുകൾ പെട്ടെന്നായിരിക്കാം ഫസ്റ്റിൽ വരുന്നുണ്ടായിരിക്കാം, അല്ലെ? ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നിങ്ങളുടെ ലൈഫിൽ അതുപോലത്തെ ഒരു ട്രാക്കിലേക്ക് വരുന്നുണ്ട്. ഓൾ ഓഫ് സഡൻ ഇത് എവിടുന്ന് വന്നു, എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്കൊരു സ്പെഷ്യൽ അട്രാക്ഷൻ ഒക്കെ ഈ ഒരു വരുന്നൊരു 3 months ടൈം, സ്പെഷ്യലി ലൈക്ക് ഇതുവരെ ഇല്ലാത്ത ലൈഫിൽ നിന്നൊക്കെ മാറി നിന്നിട്ടുള്ള ആളുകള്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തിരിഞ്ഞു നോക്കാത്ത ചില ആളുകൾ, അവരെ മനഃപൂർവ്വം നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ട് എന്നുള്ളതല്ല, മേ ബി ലൈക്ക് അവരും അവരുടേതായിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു ടൈമിൽ ഇല്ലാത്ത ആളുകൾ പോലും നിങ്ങളിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കുന്ന ഒരു മാസത്തിലേക്കാണ് വരുന്നത്. ഓക്കെ, സോ അത്രൊരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയോ ഒരു കാര്യത്തിൽ നിങ്ങൾ ചാർജ് ഏറ്റെടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഓർ ലൈക്ക് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ കുറച്ച് സമയമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ഔട്ട് ഓഫ് ദ ബ്ലൂ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയോ ചെയ്തത്, അത് ഈവൻ നിങ്ങൾ ഫിസിക്കലിയോ മെന്റലി ഫൈനാൻഷ്യലി നിങ്ങളുടെ കരിയർ വൈസ് നിങ്ങളുടെ ഒരു ലൈഫിലൊരു ഡിഫിക്കൽട്ട് ചാലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ടൈം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും വരുന്ന 3 months ടൈമില് നിങ്ങൾ കൊടുക്കുന്ന നിങ്ങൾ പോയിട്ടുള്ള ഒരു ചലഞ്ച് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു എഫേർട്ട് ശരിക്കും നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും കാണുന്ന ഒരു മാസമാണ് ഈ ഒരു 3 months ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ഉച്ചാരണ ശുദ്ധിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്, നിങ്ങളുടെ സ്പീക്കിംഗ് സ്റ്റൈലിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പുതിയ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ കൊണ്ടുവരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഗ്രിപ്പ് നമ്പർ 3, ഐ കാൻ റീഡ് മൈ റീഡിങ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ബിക്കോസ് ഞാൻ നിങ്ങളുടെ റീഡിങ് വായിക്കുന്ന സമയത്ത് എന്റെ ഉച്ചാരണത്തിലൊക്കെ ചില മാറ്റങ്ങൾ എനിക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഐ എം നോട്ട് ഏബിൾ ടു സ്പീക്ക് ഇൻ മലയാളം. ടു ബി വെരി ഫ്രാങ്ക്, ഈ ഒരു റീഡിങ് എനിക്ക് മലയാളത്തിൽ പറയാനേ പറ്റുന്നില്ല. ബിക്കോസ് യു ഗൈസ് ആർ ലേണിംഗ് സംതിങ് ന്യൂ. ഓക്കെ, അവർ എന്തെങ്കിലുമൊക്കെ പുതിയ ലാംഗ്വേജ് നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കൊക്കെ നിങ്ങൾ വരുന്നുണ്ടായിരിക്കണം. സോ അക്കാഡമിക്കലി അല്ലെങ്കിൽ ഒരു ഇന്റലിജന്റ് വൈസ് ഒക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ബ്രൈറ്റ് ആയിട്ടൊക്കെ കാണാൻ പോകുന്നൊരു മാസമാണ്. ഓക്കെ, നിങ്ങൾ വളരെ ബ്രൈറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു യൂണിക് പേഴ്സണാലിറ്റി, ഒക്കെ ഒരു സ്റ്റാൻഡേർഡ്, എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ലൈക്ക് നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, നിങ്ങളെ അട്രാക്റ്റീവ് ആക്കി വെക്കാൻ നിങ്ങൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലോത്ത്സോ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളോ വാഹനോ അല്ലെങ്കിൽ വീടോ ഒന്നും നിങ്ങൾക്ക് വേണ്ട. ജസ്റ്റ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആക്കാൻ പോകുന്നത്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ജസ്റ്റേഴ്സ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയാണ് നിങ്ങളുടെ വർക്ക്. ഓക്കെ, നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നത്, നിങ്ങളുടെ പ്രവൃത്തിയാണ് നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആക്കുന്നത്. ഓക്കെ, ഈവൻ നിങ്ങൾ വളരെ സാധാരണ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും അതും വളരെ ഇൻസ്പയർഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ഐ കൻ ക്ലിയർലി സീ ദാറ്റ് ആളുകൾ നിങ്ങളുടെ സക്സസിനെ പറ്റിയിട്ട്, നിങ്ങളുടെ മാറ്റത്തിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് പ്രൗഡായിട്ട്. ഓക്കെ, സോ പ്രോബബ്ലി ആളുകൾക്ക് നിങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടെ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്ന ചില മാറ്റങ്ങള്, ചില കാര്യങ്ങൾ നിങ്ങൾ ഗെയിൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഓക്കെ, സോ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ നിഷ്പ്രയാസം എന്നുള്ളതല്ല, പക്ഷെ നിങ്ങൾക്കത് നിങ്ങളുടെ കരവലയത്തിലാക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്കത് ഫ്ലെക്സിബിലിറ്റി അതിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കലും ചേഞ്ച് ആവില്ല, അല്ലെങ്കിൽ വളരെ ഇമ്പോസിബിൾ എന്ന് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ മെരുക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ചില ആളുകളെ നിങ്ങൾക്ക് അതുപോലെ മാറ്റാൻ സാധിക്കുന്നതായിരിക്കാം, മെരുക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കണം. ചില ആളുകളെ നിങ്ങൾക്ക് അതുപോലെ മാറ്റാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ പ്രത്യേകിച്ച് അവരിൽ മാറ്റം വരാനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ല, നിങ്ങളുടെ ചില മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇമ്പോസിബിൾ ആയിട്ടുള്ള ഇതുപോലത്തെ ചില ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനും ഈ ഒരു വരുന്ന 3 months ടൈം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ഈ ഒരു സൂപ്പർ ബോയ് ആണ് നിങ്ങൾ, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പവർ ആണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ വളരെ ഡിറ്റർമൈൻഡ്, വളരെ സ്റ്റബേൺ, വളരെ സ്ട്രോങ്, വളരെ സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി. ഓൾറൈറ്റ്, സോ നിങ്ങൾ കാരണം ഒരുപാട് ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന മാറ്റങ്ങൾ, നിങ്ങൾ കൊണ്ടുവരുന്ന ആക്ഷൻ ഒക്കെ എല്ലാം ഒരു ഇൻസ്പിറേഷൻ കൂടെ ആവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക.
ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടാലന്റ്, കാരണം നിങ്ങളുടെ ഒരു ബുദ്ധി, നിങ്ങളുടെ ഒരു ഇന്റലിജന്റ് ഒക്കെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ്. ഓക്കെ, വരുന്ന ഒരു 3 months ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരിക്കലും നിങ്ങൾ അത് ഡൗട്ട് ചെയ്യാതിരിക്കുക. എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഓർ വളരെ സ്പെസിഫിക്, വളരെ ടഫ് ആയിട്ടുള്ള എക്സാം, സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ടാലന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ, ഡിറ്റക്ട് ചെയ്യാൻ വളരെ കഴിവുള്ള ആളുകളാണ്. ഓക്കെ, സോ അതിലൊക്കെ നിങ്ങൾ വളരെ 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 ആക്റ്റീവ് ആയിട്ട് വരാൻ, നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, സി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള യൂണിക് ആയിട്ടുള്ള കഴിവുകളുണ്ട്. ആ ഒരു യൂണിക്നെസ് എന്താന്നുള്ളത് കണ്ടുപിടിക്കാൻ പോകുന്ന പല രീതിയിൽ നിങ്ങൾ കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനും ആൻഡ് അത് നിങ്ങളുടെ ലൈഫ് സ്റ്റാൻഡേർഡ് ഉയർത്താൻ പോകുന്ന ഒരു കാര്യമാണ്. സോ ഈ ഒരു 3 months ടൈമിൽ നിങ്ങൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക, ഇത്ര കാലം നിങ്ങളുടെ പാസ്റ്റ് എങ്ങനെയായിരുന്നു, ഓക്കെ, നിങ്ങളുടെ സർക്കിൾ എങ്ങനെയായിരുന്നു, നിങ്ങളുടെ കൂടുതലുള്ള ആളുകൾ എങ്ങനെയായിരുന്നു, ഒന്ന് ഇത്ര കാലം എങ്ങനെയാണെന്നുള്ളത് മേ ബി ലൈക്ക് ഇന്ന് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. വരുന്ന ഒരു 3 months ടൈമിനുള്ളിൽ ട്രസ്റ്റ് മീ, ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ ആ ഒരു സ്റ്റാൻഡേർഡിലായിരിക്കില്ല. നിങ്ങൾ ഇവിടുന്ന് ഇവിടെ എത്തിയതായിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ്, ലൈഫ് സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്ക്, എസ്പെഷ്യലി ഇന്റലിജന്റ് വൈസ്, നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഫോക്കസ് ഓൺ ദാറ്റ്, വർക്ക് ഓൺ ദാറ്റ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് യൂണിക് ആയിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ്, നിങ്ങളുടെ ഐഡിയാസ് ആണ് മേ ബി ചില ആളുകൾ ഫോളോ ചെയ്യാം. അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പുതുമയുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം അതാണ്. നിങ്ങൾ അങ്ങനെ മറ്റുള്ള ആളുകളുടെ ഐഡിയാസ്, തോട്ട്സ് അതിൽ സെറ്റിൽ ആവുന്ന ആളുകളല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെറ്റിൽ ആവാൻ സാധിക്കില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു യൂണിക്നെസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് ചില ആളുകൾക്ക് നിങ്ങൾ വളരെ ടഫ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എന്നൊക്കെ പറയാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ റെയർ ആണ്, നിങ്ങൾ വളരെ റെയർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നൊക്കെ അതുപോലത്തെ അഭിപ്രായങ്ങൾ മേ ബി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി ട്രാൻസ്ഫർമേഷൻ ആണ് ഡെഫിനറ്റ്ലി ഈ ഒരു 3 months ടൈമിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത്. സോ ചില കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റി വെക്കുന്നുണ്ട്, ചില കാര്യങ്ങളൊക്കെ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, ഇന്റൻഷനലി ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഡസന്റ് മാറ്റർ. ഗ്രൂപ്പ് നമ്പർ 3 എനിക്ക് കാണാൻ സാധിക്കുന്നത് വളരെ സാധാരണമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു ലൈഫ് സ്റ്റാൻഡേർഡിൽ വന്ന് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റാൻഡേർഡിലേക്ക് നിങ്ങളുടെ ലൈഫിൽ ലീഡ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. ഓക്കെ, സോ ഇറ്റ് ഡസന്റ് മാറ്റർ നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ പാസ്റ്റ്, നിങ്ങളുടെ മിസ്റ്റേക്സ് ഒന്നും അവിടെ ഒരു രീതിയിലും ബാധിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ എന്തൊക്കെ മണ്ടത്തരം കാണിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നു എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, ഈവൻ നിങ്ങൾക്ക് ചില കാര്യത്തിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ചില ടാലന്റ്സ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്, ചില ഐഡിയാസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു ടൈമിലേക്കാണ് നിങ്ങൾ വരുന്നത്. സോ അത് അവെയർ ആയിട്ടിരിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങൾ തെറ്റാണ്, ശരിയാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ അതുപോലത്തെ ഒരു ഇൻസൈറ്റ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ കൺവിൻസ് ആവുന്ന രീതിയിൽ പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ മെയിൻലി ലൈക്ക് നിങ്ങൾക്ക് ഈ ഒരു 3 months ടൈം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, സസ്പീഷ്യസ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈവൻ ലൈക്ക് ഒരാൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. ഓക്കെ, അവരെന്താണ് ഹൈഡ് ചെയ്യുന്നത്, അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അവരെന്തിനാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്, വളരെ ഇന്റലിജന്റ് ആയിട്ട് നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്യും. ഓക്കെ, സോ ഒരാളുടെ ജസ്റ്റേഴ്സ് എന്ന പോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ റീഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ സ്പെഷ്യൽ ആയിട്ടുള്ള അതുപോലത്തെ റീഡിങ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സോ നിങ്ങൾ കൂടുതൽ നിങ്ങൾ തിരിച്ചറിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഹ്യൂമൻസിനെ ഡീൽ ചെയ്യാന്ന് പറയുന്നത് വളരെ കുറവായിരിക്കാം. ആളുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വളരെ കുറവായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ വളരെ സെൽഫ് ഫോക്കസ്ഡ് ആൻഡ് വളരെ പ്രാക്ടിക്കൽ ആൻഡ് ഒന്നുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സെൽഫ് ഫോക്കസ്ഡ്, ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ കാരണം ഒരുപാട് ആളുകൾക്ക് ഒരു ഹെൽപ്പ് വരുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ കാരണം ഒരുപാട് ആളുകൾക്ക് വെളിച്ചമുണ്ടാവുന്നുണ്ട്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങളുടെ സർവീസ് ഒരുപാട് ആളുകൾക്ക് എത്തണം. ഒരു ടൈം ആവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, അത് നിങ്ങൾ സോഷ്യൽ സർവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഓർ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും, ഏതൊക്കെ രീതിയിൽ, ഈവൻ നിങ്ങൾ അത് ചെറുതും വലുതുമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് പീപ്പിൾ. ഓക്കെ, ഒരുപാട് ആളുകൾക്കും കൂടെ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല. ഓക്കെ, സോ നിങ്ങൾ വളരെ റെയർ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളുകളാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് സ്റ്റാർ സീഡ് ഐ ക്യാൻ സീ. ഓക്കെ, വളരെ ചൂസൺ ആയിട്ടുള്ള ആളുകളാണ്. ഓക്കെ, സോ വളരെ റെയർ ആയിട്ട് ഉള്ള ആളുകൾക്ക് മാത്രം പോവാൻ, എക്സ്പീരിയൻസ് ചെയ്യാനും കാണാനും ഒക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും റിയലൈസ് ചെയ്യാനും
എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ കഴിവുള്ള ആളുകളാണ് നിങ്ങൾ. ഓക്കെ, സോ മനസ്സിലാക്കുക നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ അങ്ങനത്തെ ഒരു യൂണിക് ടാലന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഇൻവൈറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. സോ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്ലേസിന്റെ സ്പെഷ്യൽ അനുമതി ഉണ്ടാവുന്നുണ്ട്, പെർമിഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഓർ സ്പെഷ്യൽ അംഗീകാരം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ നാഷണൽ ഓർ ഇന്റർനാഷണൽ സ്റ്റേറ്റിന്റെയോ ഒക്കെ എന്തൊക്കെയോ ഒരു അംഗീകാരം കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്ന ചില കാര്യങ്ങൾ. ഓക്കെ, സോ നെവർ അണ്ടർ എസ്റ്റിമേറ്റ്. ഈ ഒരു 3 months ടൈമിൽ ആ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്താണോ ഈ ഒരു 3 months ടൈമിൽ എൻഗേജ്ഡ് ആവുന്നത്, അത് പ്രോബബ്ലി നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ലീഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ബട്ട് ഡെഫിനറ്റ്ലി ഇത് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു യൂണിക് പേഴ്സണാലിറ്റി ഉണ്ടാവുന്നുണ്ട്. സോ ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നത് നിങ്ങൾക്ക് ഈവൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയാത്തൊരു ടൈമിൽ പോലും നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾ എന്തിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ഡിവൈൻ പ്രോസസ്സിലാണ് ഓൾറെഡി അലൈൻഡ് ആയിട്ടുള്ളത്, അതിന്റെ കൂടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ആ ഒരു പാത്തിൽ തന്നെയാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, സോ അതിനിടയ്ക്ക് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും കറങ്ങി തിരിഞ്ഞ് നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് തന്നെ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താവണം എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം അല്ലെ. അത് ഒരിക്കലും ഒരു ലീസ്റ്റ് ആയിരിക്കില്ല, ഒരു കുറഞ്ഞൊരു എക്സ്പെക്ടേഷൻ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് ഈവൻ എവിടുന്ന് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കാം, മേ ബി നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സാധാരണയായിരിക്കാം. സോ എന്താണെന്നുണ്ടെങ്കിലും ഈവൻ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും ലൈക്ക് നിങ്ങൾക്ക് ഇന്റർനാഷണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഒരിക്കലും നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യാതിരിക്കാം. എഡ്യൂക്കേഷൻ അല്ല നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ മേ ബി ലൈക്ക് ഒരു ടൈമിൽ നിങ്ങൾ കട്ട് ചെയ്ത് പോയിട്ടില്ല, നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത അക്കാഡമിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു അറിവ് അങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് ഗ്രൂപ്പ് നമ്പർ 3 കാണുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു ടാലന്റ് നിങ്ങൾക്ക് എവിടെയെങ്കിലും സോ നിങ്ങൾ സാധാരണ കാര്യത്തിൽ സെറ്റിൽ ചെയ്യാൻ നിൽക്കുന്ന ആളുകളല്ല. ഓക്കെ, സോ എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക ചില കാര്യങ്ങളിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരാത്തത് കൊണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം, പ്ലാൻസ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് നല്ല രീതിയിൽ എൻഗേജ്ഡ് ആയിട്ട് വരിക. കാരണം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു വരുന്ന 3 months ടൈം നിങ്ങൾ എന്തൊക്കെയോ ഒരു കാര്യത്തിൽ അതിന് വേണ്ടിയിട്ട് എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, സോ സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക, റെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ മിസ്സായി പോകുന്ന ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവൊക്കെ ഉള്ള ആളുകളാണ് നിങ്ങൾ. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ ആർമി, പോലീസ് അതുപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അതുപോലെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കാം. സാധാരണ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനത്തെ ഒരു നോർമൽ ലെവലിലേക്ക് വരിക എന്നുള്ളതുമല്ല, നിങ്ങൾ എവിടെയാണോ എത്തുന്നത് അതിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. ഓക്കെ, ഇത് റിലേറ്റ് ചെയ്യാം, നിങ്ങളുടെ ലൈഫിലൊക്കെ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കും. പക്ഷെ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഒരുപാട് അട്രാക്ഷൻ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലും വേണ്ടാത്ത ഒരുപാട് അംഗീകാരം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അങ്ങനത്തെ ആളുകളാണ് ഗ്രൂപ്പ് നമ്പർ 3. നിങ്ങളിത് നിങ്ങളുടെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നോർമലി ഒരു 3 months ടൈം എന്ത് സംഭവിക്കുന്നത് ചോദിച്ചാൽ ചില കാര്യങ്ങൾ നിങ്ങൾ റീകണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻസൈറ്റ് തരുന്ന ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. സോ നിങ്ങളുടെ ഗ്യാങ്ങിൽ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ, നിങ്ങളുടെ സർക്കിളിൽ അതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, സോ അത്ര കാലമായിട്ട് ഒരുപാട് സൗഹൃദങ്ങൾ ഉള്ളതോ അല്ലെങ്കിൽ ഒട്ടും സൗഹൃദങ്ങൾ ഇല്ലാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 months ടൈമിനുള്ളിൽ നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഒരു ലെവലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ലൈഫ് സ്റ്റാൻഡേർഡ് ഉയർത്താൻ സഹായിക്കുന്ന സൗഹൃദങ്ങളിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. അവരുടെ കൂടെ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതായിരിക്കാം. സോ അതുപോലത്തെ ചില റീകണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, റീയൂണിയൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളായിക്കൊള്ളണമെന്നില്ല, പക്ഷേ നിങ്ങളുടെ സോൾ കണക്ട് ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളുടെ സോളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു യൂണിയൻ ആണ്, റീയൂണിയൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാർമിക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സോൾ കോൺട്രാക്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. കാരണം നിങ്ങൾ അങ്ങനത്തെ ഒരു ലെവലിലേക്കൊക്കെ ചില പ്ലേസിൽ വരേണ്ടതായിട്ടുണ്ട്.
ഓക്കെ. സോ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രഗിൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും, കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. കാരണം നോർമലി ആളുകൾ ചേസ് ചെയ്യുന്നതും പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഈവൻ അതിലേക്കൊക്കെ വന്നാലും ഓക്കെ, ലൈഫിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നത്, റിലേഷൻഷിപ്പ്, ഫാമിലി, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഓക്കെ, ഇതിന്റെ പിറകെയൊക്കെ നിങ്ങൾ പോയാലും സ്റ്റിൽ നിങ്ങൾക്ക് ഒരു ലാക്നെസ് ഉണ്ടാവും. ഇതെല്ലാം നിങ്ങൾ വേറെ എന്തോ ഒരു കാര്യത്തിലേക്കാണ് വരേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ ലൈഫ് നിങ്ങൾ വേറെ കാര്യത്തിലേക്ക് നിങ്ങൾ ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഈവൻ നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് ഓടാൻ നോക്കുന്നുണ്ടെങ്കിലും അതല്ല, നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ലീഡ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. സോ നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങളുടെ ലൈഫ് എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, നിങ്ങൾക്ക് എന്താ ചില കാര്യങ്ങൾ സംഭവിക്കാത്തത്, മറ്റുള്ള ആളുകളെ പോലെ എന്താ സംഭവിക്കാത്തത്. കാരണം നിങ്ങൾ മറ്റുള്ള ആളുകളെ പോലെയല്ല. ഓക്കെ, നിങ്ങൾക്ക് റെയർ ആയിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കോൺഫ്ലിക്ട്, നിങ്ങളുടെ സ്ട്രഗിൾ, നിങ്ങളുടെ ചാലഞ്ചസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഗ്രൂപ്പ് നമ്പർ 3, ഓക്കെ, നിങ്ങൾ റിലേറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത്, അതിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ റൈറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ വരുന്ന ഒരു 3 monthsലേക്ക് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതുപോലത്തെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കാൻ പോകുന്ന ഒരു മാസം കൂടെയാണ്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ വെറുതെ നിൽക്കാൻ സാധിക്കില്ല. അതുപോലത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ യു ആർ റെയർ. ഓൾറൈറ്റ്. സോ ഫൈനാൻഷ്യലി നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ ചേഞ്ചസ് ഫൈനാൻഷ്യലി ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് വെൽത്ത്, ഒരു ഹ്യൂജ് വെൽത്ത്. ഓക്കെ, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കാത്തത്. ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാഷ്, മണി, വെൽത്ത്, പ്രോസ്പെരിറ്റി, ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങളത് ഏറ്റവും കൂടുതൽ ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് കൂടുതൽ വർക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, കാരണം നിങ്ങളുടെ വെൽത്ത് കാരണം മറ്റുള്ള ആളുകൾക്കും നിങ്ങൾക്ക് മറ്റുള്ള ആളുകളെയും സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വെൽത്ത് അല്ലെങ്കിൽ അത്ര ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവേണ്ട ആളുകളാണ് നിങ്ങൾ. ഓക്കെ, സോ അതൊരു ടൈമിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് അതിലേക്ക് കണക്ട് ചെയ്തു വരും. ഓക്കെ, നിങ്ങൾ പുതിയ പാത്ത് ചൂസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങൾ എവിടെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്? ഓക്കെ, ഇമോഷനോ ഓർ എന്താണോ, നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ചില മാറ്റങ്ങൾ കൊണ്ടുവരും. സോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പോവാ. നിങ്ങൾക്ക് ഒരുപാട് പ്രഷറോ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ചില മാറ്റങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. ഓക്കെ, കാരണം അതാണ് നിങ്ങൾ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾക്കൊരു ഡിവൈൻ ഗൈഡൻസ് അതാണ് നിങ്ങളുടെ ഒരു ഡിവൈൻ ഗൈഡൻസ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു പ്ലേസിൽ, ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നതുവരെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയില്ല. കാരണം നിങ്ങൾക്ക് അവിടെ ക്ഷമ വേണം. ഓവർ നൈറ്റ് സംഭവിക്കുന്ന മാറ്റങ്ങളല്ല. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തോന്നാണ്, നിങ്ങൾക്ക് ആ ഒരു യൂണിക്നെസ് എവിടേക്കോ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ഞാനൊരു വ്യത്യസ്തയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ, നിങ്ങളൊരു യൂണിക് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് ഈവൻ എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക, നിങ്ങൾ അതിലേക്ക് വരിക. അല്ലെങ്കിൽ എന്താണോ ലൈഫ് നിങ്ങൾക്ക് ഓരോ ടൈമിൽ ഒരു ചലഞ്ച് ആയിട്ട് തരുന്നത്, അതിലൂടെ പോവുക. അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, അത് ഡീൽ ചെയ്യാം. കാരണം നിങ്ങൾക്ക് വേണ്ടി ഓൾറെഡി ചില കാര്യങ്ങൾ അലൈൻഡ് ആണ്, ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇരിക്കേണ്ടതായിട്ടുള്ള ടേബിൾ നിങ്ങൾക്ക് വേണ്ടി ഓൾറെഡി സെർവ്ഡ് ആണ്. ഓക്കെ, സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കുക നിങ്ങൾ എക്സ്റ്റേണലി കാര്യങ്ങൾ കാണുന്ന സമയത്താണ്. ഓക്കെ, അവരുടെ ലൈഫിൽ ഇങ്ങനെ, ഇങ്ങനത്തെ മാറ്റങ്ങൾ, ഞാൻ എന്താ ഇങ്ങനെ, അങ്ങനത്തെ ചോദ്യങ്ങളിലും, അല്ലെങ്കിൽ അതാണ് നിങ്ങളെ ലിമിറ്റ് ആക്കി വെക്കുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ചാലഞ്ച് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, പല ക്വസ്റ്റ്യനും അവിടുന്ന് വരുന്നൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണോ വ്യത്യസ്തമായിട്ട് സംഭവിക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണോ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, അതൊക്കെ നിങ്ങളുടെ ഒരു യൂണിക്നെസ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിംഗ് ആയിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അല്ലെ, ചില ആളുകൾക്ക് ഇപ്പൊ നോർമലി നമ്മൾ റീഡിംഗിലേക്ക് വരുന്ന സമയത്ത് ചില ആളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ, പല ആളുകളൊക്കെ വീണ്ടും റീകണക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. വീണ്ടും ചില വിട്ടുപോയിട്ടുള്ള ചില ബന്ധങ്ങളൊക്കെ വീണ്ടും കൂട്ടിച്ചേർക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. ഒരു ടൈമിന് ശേഷം നിങ്ങൾ വീണ്ടും കോംപ്രമൈസ് ചെയ്ത് അല്ലെങ്കിൽ വീണ്ടും റീകണക്ട് ചെയ്യുന്നതായിരിക്കാം, വീണ്ടും ഫാമിലി ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കാം. അതുപോലത്തെ ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ പാരന്റ്സിനെയൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ജനിച്ചു വളർന്നിട്ടുള്ള തറവാട്, നാട്, വീടൊക്കെ കുറെ കാലത്തിന് ശേഷം
നിങ്ങൾ കാണുന്നതായിരിക്കാം. ഓക്കെ, അതുപോലത്തെ കാര്യങ്ങൾ, അതുപോലത്തെ നല്ല എക്സ്പീരിയൻസ് ഒക്കെ, അതുപോലത്തെ യാത്രകള്, ഒരുപാട് ഗ്യാപ്പിന് ശേഷം ചില സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളെ മീറ്റ് ചെയ്യാനും നിങ്ങളുടെ ഒരു വീട്ടിലേക്ക് തിരിച്ചു വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില യാത്രകളൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ചില സൈക്കിക് ആയിട്ടുള്ള ബ്ലെസ്സിങ്ങോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ ഡിവൈൻലി തോന്നുന്ന ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു സ്പിരിറ്റ് ആനിമൽ എന്ന് പറയുന്നത് പെറ്റ്സ് ആയിരിക്കാം, ഡോഗ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഡോഗിനെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, or നിങ്ങളുടെ വീട്ടിൽ ഡോഗ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നിടത്തൊക്കെ നിങ്ങൾക്കൊരു ഡോഗിന്റെ ഒരു പ്രസൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, സോ പ്രോബബ്ലി നിങ്ങളുടെ ഒരു സ്പിരിറ്റ് ആനിമൽ ആയിരിക്കാം. ഓൾറൈറ്റ്, സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 3. നിങ്ങൾക്കുള്ള മെസ്സേജ് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.